നമസ്കാരം. നമ്മുടെ നാട്ടിലേതുപോലെ തെരുവുകളിൽ ഇത്രയധികം റെസ്റ്റോറൻറ്റുകളുള്ള മറ്റൊരു നാടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമാണ്. പ്രത്യേകിച്ച് ഒരു പുതിയ റോഡ് വന്നാൽ, ഒരു ബൈപ്പാസ് വന്നാൽ, റിംഗ് റോഡ് വന്നാൽ ആ റോഡ് നിറയെ ഹോട്ടലുകളാണ്. ഈ ഹോട്ടലുകളിലൊക്കെ ശുചിത്വം ഉറപ്പാക്കുന്നുണ്ടോ, ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നുണ്ടോ എന്ന കാര്യത്തിലും എനിക്ക് തർക്കമുണ്ട്. കാരണം ഇടയ്ക്കിടെ ഹോട്ടലുകളിൽ ഭക്ഷണം മോശമായതിൻ്റെ പേരിൽ ഭക്ഷ്യവിഷബാധയേറ്റ് ആളുകൾ മരിക്കുന്നതിൻ്റെയും ആശുപത്രിയിൽ പോകുന്നതിൻ്റെയും ഒക്കെ വാർത്ത വരാറുണ്ട്. പക്ഷെ പരിശോധനകൾ പേരിന് വേണ്ടി മാത്രം നടത്തുന്നു. ഈ പരിശോധനകൾക്ക് ഒരു കൃത്യമായ അടിത്തറ കൊണ്ടുവരാനോ ഈ ഹോട്ടലുകൾ തുറന്നു പ്രവർത്തിക്കാതിരിക്കാനോ നമ്മുടെ നാട്ടിൽ നിയമമുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഞാൻ വളരെ പ്രതീക്ഷയോടെയാണ് മന്ത്രി കെ മുരളീധരനെ കാണുന്നത്. അദ്ദേഹം നിശ്ചയദാർഢ്യമുള്ള ഒരു മന്ത്രിയാണ്. ഭക്ഷ്യസുരക്ഷ അദ്ദേഹം മുൻഗണന കൊടുക്കുമെന്ന് ഞാൻ കരുതുകയാണ്. അതിനുവേണ്ട നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. സംസ്ഥാന വ്യാപകമായി മുരളീധരൻ ചുമതലയേറ്റതിനു ശേഷം ഹോട്ടലുകളിലും ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്നിടങ്ങളിലുമൊക്കെ പരിശോധന നടത്തുന്നുണ്ട്. പലരും പിടിക്കപ്പെടുന്നുണ്ട്, പലതും അടച്ചുപൂട്ടപ്പെടുന്നുണ്ട്. വാസ്തവത്തിൽ ആരോഗ്യവകുപ്പ് ഒരു വെബ്സൈറ്റ് തന്നെ ഉണ്ടാക്കി ഓരോ ദിവസത്തെയും പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഇത്തരം സ്ഥാപനങ്ങളുടെ പേര് വിവരം സഹിതം വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്ത് ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട ബാധ്യത ഏറ്റെടുക്കണം. അത്തരം നീക്കങ്ങൾ ഉണ്ടാവുമെന്ന് കരുതുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എറണാകുളം കത്രിക്കടവിലുള്ള അൽ റീം എന്നു പേരുള്ള കുഴിമന്തിക്കടയിൽ സംഭവിച്ച ദുരന്തത്തെക്കുറിച്ചാണ്. ഈ അൽ റീം എറണാകുളത്ത് ഒട്ടുമിക്ക ഇടങ്ങളിലും അൽറീം എന്ന കടയ്ക്ക് ശാഖകളുണ്ട്. രാവന്തിയോളം തുറന്നു വെച്ചിരിക്കുന്ന ഈ കടകളിൽ കുഴിമന്തി അടക്കം അറേബ്യൻ ഭക്ഷണങ്ങൾ വിളമ്പിക്കൊണ്ടിരിക്കുന്നു. ഇവയ്ക്കൊന്നും ഒരു പരിശോധനയും ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ 3-4 ദിവസം അവിടുന്ന് ഭക്ഷണം കഴിച്ചവരെല്ലാം രോഗബാധിതരായി. നിരവധി ആളുകൾ ആശുപത്രിയിലാണ്. ഏതാണ്ട് 100ഓളം പേർ ആശുപത്രിയിലാണെന്നാണ് റിപ്പോർട്ടുകൾ. അവരിൽ പലർക്കും ഷിഗല്ല എന്ന ഗുരുതര രോഗം ബാധിച്ചു. ഈ ആശുപത്രിയിലെ വെള്ളത്തിൻ്റെ മാലിന്യമോ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ മാലിന്യമൊക്കെയാണ് കാരണം. ഇവർക്കെതിരെ നടപടിയുണ്ടായി തൽക്കാലത്തേക്ക് അടച്ചുപൂട്ടി. പക്ഷേ ഇവരൊക്കെ ഉടൻ തന്നെ തുറന്നു പ്രവർത്തിക്കും. നമുക്കിതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്, ഇത്തരം പല ഹോട്ടലുകളും ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കുകയും അടച്ചുപൂട്ടുകയും ചെയ്യും. പക്ഷേ ഏറെ വൈകാതെ അവർ തുറക്കും. വീണ്ടും ഇവർ വിഷം വിളമ്പും. അത്തരമൊരു സാഹചര്യത്തിലേക്ക് ഇത് നയിക്കരുത്. അതിൻ്റെ കാരണം വെറും പിഴ അടപ്പിച്ചല്ല ഇവരെ നേരിടേണ്ടത്. ഏറ്റവും വലിയ കുറ്റകൃത്യമായി കരുതണം ഭക്ഷണത്തിൽ വിഷം കലർത്തുന്നത്. മനുഷ്യന് വിശ്വസിച്ച് കഴിക്കണം, അവൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്, അവൻ ഇഞ്ചിഞ്ചായി മരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഭക്ഷണങ്ങളിൽ പലതും ഇഞ്ചിഞ്ചായി കൊല്ലുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ കാലാവസ്ഥയ്ക്ക് ചേരാത്ത അറേബ്യൻ ഭക്ഷണ രീതി നമുക്കിവിടെ പാരമ്പര്യമായി നാട് നീളെ ഇത്തരം കുഴിമന്തി കടകളാണ്. ഈ അറേബ്യൻ ഭക്ഷണങ്ങൾ കഴിച്ച് നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ക്ഷയിക്കുന്നവരെ പിടിക്കാൻ വേണ്ടി പഞ്ചനക്ഷത്ര ആശുപത്രികൾ തുടങ്ങുന്നു. ഇത് രണ്ടും ഏതാണ്ട് ഒരുപോലെ. റെസ്റ്റോറൻറ്റുകളുടെ വളർച്ചയും ആശുപത്രികളുടെ വളർച്ചയും മലയാളിയുടെ വീഴ്ചയും ഒരുപോലെയാണ്. വിഷം നൽകി നമ്മളെ മൃതപ്രായരാക്കുന്ന പണിയാണ് ഈ റെസ്റ്റോറൻറ്റുകൾ ഏറ്റെടുക്കുന്നത്. അങ്ങനെ മൃതപ്രായ നമ്മളെ കൊല്ലുന്നത് വരെ ചികിത്സിച്ച് പണമുണ്ടാക്കുന്ന പണിയാണ് ആശുപത്രികൾ ഏറ്റെടുക്കുന്നത്. ഇതൊരു വല്ലാത്തൊരു മാഫിയയുടെ ഭാഗമാണ്. ഇവരെല്ലാം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്താ ഈ അൽ റീം ഒരു പരീക്ഷണ വസ്തുവായി എടുക്കേണ്ടതുണ്ട്. നിരവധി ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അൽ റീം ഇനി ഒരിക്കലും തുറക്കാൻ അനുവദിക്കരുതേ. അൽ റീമിൻ്റെ മുതലാളിമാർ ആരാണെന്ന് പലരോടും ചോദിച്ചാൽ ആർക്കും അറിയില്ല. അതീവ രഹസ്യമായാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ഈ അൽ റീം എന്ന് പറയുന്ന മന്തിക്കട ഇനി ഒരിക്കലും തുറക്കരുത്. മാത്രമല്ല ഈ മുതലാളിമാർക്കെതിരെ കേസൊക്കെ എടുത്തു. ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ആവരുതേ. അവരെല്ലാം പിടിച്ച് ജയിലിലടയ്ക്കണം. അവരകത്ത് കിടന്നാൽ മാത്രമേ എന്തൊരു ക്രൂരതയാണ് ജനങ്ങളോട് ചെയ്തത് എന്ന് അവർക്ക് മനസ്സിലാവൂ. അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിലപാട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഈ അൽ റീം മന്തിക്കടയ്ക്കെതിരെ എടുക്കണം. ഇതിൽ ഇരയായ പലരോടും ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി. അവരുടെ ദുരവസ്ഥ പറയുന്ന കുറച്ച് ഭാഗം കേൾക്കുക. എൻ്റെ ഒരു ജെറി, ഞാൻ മിനിഞ്ഞാന്ന് വന്ന് ഇവിടുത്തെ ക്വാർട്ടർ അൽഫാം മന്തി കഴിച്ച് കഴിഞ്ഞ് ഇന്നലെ വന്നപ്പോൾ ഇത് അടച്ചിട്ടേക്ക്. സാധാരണ വയറ്റൊലിച്ച് പോലെ വന്നു. എൻ്റെ കൂടെ ഇരുന്ന വേറൊരുത്തനുണ്ടായിരുന്നു ഇവിടുത്തേരൻ, അവനും ഉണ്ടെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് വന്നതായിരിക്കും എന്ന് വിചാരിച്ച് ഇന്നലെ ഇത് മെയിൻ്റനൻസ് ഒന്ന് അടച്ചിട്ടപ്പോൾ ഇവിടെ അന്വേഷിച്ചപ്പോഴേ അറിഞ്ഞ് ഇത് ഫുഡ് സേഫ്റ്റിയുടെ ഇത് കാരണമാണ് ഇത് അടച്ചു പോയത്. അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങളെ കണ്ടപ്പോൾ കയറി ഇനി അതിന് വല്ല നഷ്ടപരിഹാരം തരാനാണോ എന്ന് അറിയാനായിട്ട് ഞാൻ തമിഴ് മെഡിക്കൽ സെൻറ്ററിൽ ചെന്നു. അവിടുന്ന് മരുന്നൊക്കെ മേടിച്ച് ഇല്ല വയ്യ വശാ 2 ദിവസമായി ദൂരം തുടങ്ങിയിട്ട് ഉള്ളവരും പറയുന്നതിന് പറയുന്നില്ലല്ലോ. വേറെ പ്രശ്നമുണ്ട്. വൊമിറ്റിങ്ങോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒഴിച്ചിൽ നല്ല രീതിയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്ത് മന്തിയാണ് കഴിച്ചത്? അൽഫാം മന്തി, പെരി അൽഫാം മന്തി ക്വാർട്ടർ കഴിച്ചു. നേരത്തെ ഇവിടുന്ന് കഴിക്കാറുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു, നല്ല മന്തിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് കഴിക്കുക. അന്ന് ഇവിടെ വണ്ടി സർവീസും കൂടെ ഇവിടെ വർക്ക്ഷോപ്പുണ്ട്. ഓയിൽ മാറാൻ കൊടുത്തേച്ച് വന്നേച്ച് കഴിച്ചേച്ച് പോയിട്ട് വണ്ടി തിരിച്ചെടുത്തുകൊണ്ട് പോയി. അന്ന് വൈകിട്ട് പ്രശ്നമില്ല, പിറ്റേ ദിവസം രാവിലെയാണ് എനിക്ക് ഇനിയാന്ന് പോലെയാണ് തുടങ്ങിയത്. എൻ്റെ പേര് സതീഷ്, ഞാൻ CPM-ൻ്റെ പാലാരിവട്ടം ലോക്കൽ സെക്രട്ടറിയാണ്. നമ്മുടെ പാർട്ടി മെമ്പറും ഒരു തൊഴിലാളിയുടെ 2 മക്കളും അവർക്കും ഇവിടുന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചപ്പോഴത്തേക്കും ഫുഡ് പോയിസൺ അടിച്ച് ഇപ്പോൾ വെൽക്കെയർ ആശുപത്രിയിൽ അവർ കിടക്കുക. ഞാൻ ആ കുട്ടിയെ കണ്ടിട്ട് വരികയാണ്. 2 പേരെയും അവർ ICUവിലായിരുന്നു ഇന്നലെ വരെ. ഇന്ന് പുറത്തിറക്കി, പക്ഷെ കുറവൊന്നുമില്ല. ഒരാൾ ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ മറ്റാളെ കൊണ്ട് പോകേണ്ട അവസ്ഥയിലോട്ട് എത്തി. ഭയങ്കര ദയനീയ സ്ഥിതിയിൽ അവർ കഴിയണം. അവിടെ ചെന്ന് കണ്ടാലേ നമുക്ക് പറയാൻ വേണ്ടി കഴിയുള്ളൂ.
ഇത്തരം ഭക്ഷണം കൊടുക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലും കർശനമായിട്ടുള്ള പരിശോധന വേണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇവിടെ നിങ്ങൾക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുമല്ലോ, വൃത്തിഹീനമായിട്ട് ഇതിനകത്ത് കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതെല്ലാം മാറ്റിമറിക്കാൻ വേണ്ടി കഴിയണം. കർശനമായിട്ടുള്ള പരിശോധനയും കൃത്യമായിട്ടുള്ള രീതിയിൽ ഇടപെടാനും ബന്ധപ്പെട്ട അധികൃതർ ആരാണെങ്കിലും ശ്രമിക്കണം. എല്ലാവർക്കും ഇതുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അന്ന് അവർ ഇവിടുന്ന് ഒരു കല്യാണത്തിന് ആവശ്യത്തിന് വേണ്ടി പർച്ചേസിങ് കഴിഞ്ഞ് വന്ന വഴി ഇവിടുന്ന് പാർസൽ വാങ്ങിച്ചിട്ട് പോവുകയും ചെയ്തതെന്ന് തോന്നുന്നു. പക്ഷെ കിട്ടിയപ്പോൾ എല്ലാവർക്കും കിട്ടി. 3-4 ദിവസമായിട്ട് അവർ ആശുപത്രി തന്നെയാണ്. ഞങ്ങൾ ഇവൻ്റെ ബർത്ത്ഡേ ആയിട്ട് മന്തി വാങ്ങിക്കാനായിട്ട് അൽഡ്രീമിൽ പോയി വാങ്ങിച്ച് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ഛർദിയൊക്കെ വന്ന് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഛർദി ഉണ്ടായിരുന്നു, ലൂസ് മോഷൻ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് നല്ല വയറുവേദന ഉണ്ടായിരുന്നു. ഞായറാഴ്ച ആശുപത്രി വന്നതാ. ഡോക്ടർ എന്താ പറഞ്ഞേ? ഫുഡ് പോയ്സൺ ആണെന്ന്. എനിക്ക് ഛർദി ഉണ്ടായിരുന്നു, പിന്നെ ലൂസ് മോഷനും. ഇന്നലെ കഴിച്ചു കഴിഞ്ഞിട്ട് കിടക്കാൻ കിടന്ന് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റപ്പം ഛർദിച്ച്. മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ? മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നോ? ബർത്ത്ഡേ വന്ന് കഴിച്ചാണോ? 10-ാം തീയതി എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അൽറീമിയിൽ നിന്ന് പോയി ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. എന്നിട്ട് കേക്ക് വാങ്ങിച്ചായിരുന്നു. അന്ന് കേക്ക് കട്ട് ചെയ്യുന്നു. കേക്കൊക്കെ കട്ട് ചെയ്ത് അപ്പുറത്ത് കസിൻസൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ വിളിച്ചിട്ടാണ് കട്ട് ചെയ്തത്. കേക്ക് കഴിച്ചിട്ട് കസിൻസൊക്കെ പോയി. ഹസ്ബൻഡിൻ്റെ അനിയനും പിള്ളേരും വൈഫൊക്കെ ഉണ്ടായിരുന്നു. അവരും ഞങ്ങളുമാണ് കുഴിമന്തി കഴിച്ചത്. എന്നിട്ട് പിറ്റേ ദിവസം വൈകുന്നേരത്തോട് കൊച്ചിന് വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നു. ഒരു വെളുപ്പിനൊക്കെ ആവാറായപ്പോഴാണ് കൊണ്ടുവന്നത്. രാത്രിയാണ് സ്റ്റാർട്ട് ചെയ്തത് വോമിറ്റിങ്ങൊക്കെ. ഇപ്പോഴും പിള്ളേർക്ക് ചെറുതായിട്ട് ലൂസ് മോഷൻ ഉണ്ട്. വന്നിട്ട് മോൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര വയറുവേദനയായിരുന്നു. അങ്ങനെ സ്കാനിങ് ചെയ്തു. ഞായറാഴ്ച സ്കാനിങ്ങിലൂടെ ഡോക്ടർ അവൈലബിൾ അല്ലായിരുന്നു. കൊച്ചിൻ്റെ ബുദ്ധിമുട്ട് കാരണം പുറത്തുനിന്നൊരു ഡോക്ടർ അവൈലബിൾ ആക്കിയിട്ടാണ് സ്കാനൊക്കെ ചെയ്തായിട്ട്. പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ കൊച്ചിന് ആൻറ്റിബയോട്ടിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒരു പിറ്റേ ദിവസം ആയപ്പോഴും ട്രിപ്പൊക്കെ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. കുട്ടികൾ ഫുഡൊന്നും കഴിക്കുന്നുണ്ടായില്ല, കണ്ടിന്യൂസ് ലൂസ് സ്റ്റൂളും വോമിറ്റിങ്ങും ആയിരുന്നു. ഇന്നലെയൊക്കെ ആയപ്പോഴൊന്നും ബെറ്റർ ആയേക്കണത്. പിന്നെയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ ഫുഡ് ഇൻഫെക്ഷൻ്റെ കാര്യമായതുകൊണ്ട് ക്ലെയിം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ക്ലെയിം പോലും കിട്ടിയിട്ടില്ല. ഇന്നലെ ഒരു മോൺ ഡിസ്ചാർജ് ആയിട്ട് 7,000 സംതിങ് ബില്ല് വന്നു. അപ്പോൾ അവർ പറയണ ആൻറ്റിബയോട്ടിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ക്ലെയിം പോലും കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നുള്ള അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ. ഇപ്പോൾ 2ാമത്തെ മോനാണെങ്കിലും കൊറിയയിലാണ് കിടക്കണത്. ക്ലെയിം കിട്ടോ ഇല്ല എന്ന് അറിഞ്ഞുകൂടെ. ഞങ്ങളുടെ കയ്യിലും കാശില്ല ഇപ്പോൾ ഹോസ്പിറ്റലിൽ അടക്കണമെങ്കിലും. ഡോക്ടർ എന്താ പറഞ്ഞു? ഡോക്ടർ പറഞ്ഞ സപ്പോർട്ടായിട്ട് നിൽക്കാം, റീഇംബേഴ്സ്മെൻറ്റിന് കൊടുക്കാമെന്നാണ് പറഞ്ഞേക്കണേ. ഫുഡ് കഴിച്ചിട്ട് തന്നെയാണെന്ന് പറഞ്ഞു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വന്നേക്കണത്. മൂത്ത മോനും അങ്ങനെ അതിന് റിക്കവറായിട്ട് പോയിട്ടുണ്ട് വീട്ടിൽ. 7,000 സംതിങ് ബില്ല് വന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ടാണ് അടച്ചേക്കണത്. ക്ലെയിമിൽ നിന്ന് ഒരു തുക പോലും നമുക്ക് കിട്ടിയിട്ടില്ല. ഇളയ മോനും എന്താണെന്നുള്ള അറിഞ്ഞൂടാ. ക്ലെയിമിന് കൊടുത്തിട്ടുണ്ട്. മൂത്ത മോക്ക് ആൻറ്റിബയോട്ടിക് ഉള്ളതുകൊണ്ട് ക്ലെയിം അപ്രൂവൽ ആയിട്ടുണ്ട്. ഇളയ മോൻ്റെ കാര്യം എന്താണെന്ന് അറിഞ്ഞൂടാ. നമ്മളീ കാശില്ല അടക്കാൻ. ഹസ്ബൻഡിന് ടൈൽസിൻ്റെ വർക്കാണ്. ഇന്നലെ ഒരു ലീവായിരുന്നു. പുള്ളിക്കും വയറ്റിളക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കണം. ക്ലെയിമിൻ്റെ കാര്യം പറയണത് ഇഞ്ചക്ഷൻ എന്തെങ്കിലും കൊടുത്താലാണ് നമുക്ക് അപ്രൂവൽ കിട്ടത്തുള്ളൂ എന്ന് അവർ പറയണം. നമ്മളപ്പോൾ കഴിവിനൊക്കെ ഇനിയിപ്പോൾ റീഇംബേഴ്സ്മെൻറ്റ് കൊടുക്കണം. എന്താണെന്ന് പറഞ്ഞൂടെ. 3 പിള്ളേരാ. 3 പേർക്കും അസുഖം. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്ത അവസ്ഥ. ഇപ്പം ഹസ്ബൻഡ് ഈ ആഴ്ച മുഴുവൻ ലീവായിരുന്നു. ടൈൽസിൻ്റെ വർക്കാണല്ലോ. ഇത് പോയാലാണ് സാലറി കിട്ടത്തുള്ളൂ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുത്തൻ്റെ ചിലവുണ്ടായി, കൂടെ വർക്ക് ചെയ്യണതല്ല. അപ്പം അതിന് പോയതാണ്. ഞങ്ങൾ 5 പേരുണ്ടായി. ജസ്റ്റ് നേരെ അൽഡ്രീമിൽ പോയി ഫുഡ് കഴിച്ച് പിറ്റേ ദിവസം വെള്ളിയാഴ്ച വൈകുന്നേരമാണ് പോയി കഴിച്ചത്. അതുകൊണ്ട് ശനിയാഴ്ച വൈകുന്നേരം ആകുമ്പോഴേക്കും മറ്റേ വാള് വെച്ച് പിന്നെ ഫുള്ള് ലൂസ് മോഷനൊക്കെ അടിച്ച് ഇതായി. എന്നിട്ട് പിന്നെ ഗവൺമെന്റിൽ പോയി കാണിച്ചു ഞായറാഴ്ച. അവിടെ നിന്ന് ജസ്റ്റ് ഒരു ഇഞ്ചക്ഷൻ എടുത്തോളൂ. ജസ്റ്റ് വേറെ കുഴപ്പമൊന്നുമില്ല, മാറിക്കോളെന്ന് പറഞ്ഞിട്ട് ഇഞ്ചക്ഷൻ മാത്രം എടുത്ത് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ടെമ്പറേച്ചർ അങ്ങനെ നിൽക്കണം. പനി വന്നിട്ട് മാറണത്. പനി ഇങ്ങനെ ഫുള്ള് പീക്കിൽ വന്നിട്ട് ഒറ്റ ഇത് തന്നെ. അങ്ങനെ എന്നിട്ട് പിന്നെ ലൂസ് മോഷൻ ഫുള്ള് വയറ്റിൽ നിന്ന് പോണ്, വെള്ളം പോലെ ഫുള്ള് പോണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അപ്പം ഇവിടെ തിങ്കളാഴ്ച രാവിലെ ഇവിടെ വന്ന് ബ്ലഡ് ചെക്ക് ചെയ്തപ്പോഴാണ് ബ്ലഡിൽ ഇൻഫെക്ഷൻ കയറിയാണ്.
വാക്സിൻ കാരണം ഇപ്പൊ ഉപ്പിട്ട് കിടത്തിയാണ്. അപ്പൊ ഇത് 20 എന്തോ പാടുള്ളൂ എന്നാ ഡോക്ടർ പറഞ്ഞു. ഇൻഫെക്ഷന്റെ ലെവൽ എന്തോ ചെയ്യാൻ അങ്ങനെ എന്തോ. അപ്പൊ അത് 140 കയറി എനിക്ക്. അത്രയും റേഞ്ച് കൂടി. അപ്പൊ അത് കാരണം നല്ല രീതിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ കുറഞ്ഞു. ഇനിയിപ്പോ റെഡിയാക്കി എടുക്കാം. അതാണ് ഈ വന്നപ്പോ തുടങ്ങി ഇങ്ങനത്തെ ട്രിപ്പ് ഈ സാധനത്തിൽ തന്നെ ഇത് തന്നെ കിടന്ന്. പിന്നെ ബാക്കിയുള്ളവർക്ക് വലിയ സീനില്ല. അവര് ഇതോട്ട് 2 ദിവസം കിടന്ന്. ബാക്കിയുള്ളവർക്ക് അത്ര സീൻ ഉണ്ടായില്ലെന്ന് പറഞ്ഞു. ഇത് നല്ലോണം കിട്ടി. നന്ദഗോപാലിൻ്റെ അമ്മ ബിനിത ചേരുന്നുണ്ട്. മോന് എപ്പോഴായിരുന്നു ഈ പ്രശ്നം തുടങ്ങിയത്? മോൻ വെള്ളിയാഴ്ച പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് വരുവുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അത് കഴിഞ്ഞ് ശനിയാഴ്ച വൈകിട്ടായപ്പോൾ തുടങ്ങി വയറുവേദന എടുക്കണേ എന്ന് പറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. 3-4 പ്രാവശ്യം വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ സാധാരണ കുറച്ച് നേരം കഴിയുമ്പോൾ മാറിക്കോളൂ എന്നും പറഞ്ഞ് ഇവരങ്ങനെ അങ്ങനെ പിന്നീട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മുനമ്പത്ത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ ഗുളികയൊക്കെ കഴിച്ചപ്പോൾ ഛർദി നിന്ന കാരണം വീട്ടിലേക്ക് മെഡിസിനൊക്കെ തന്നു വിട്ട് കഴിച്ചുകൊണ്ടിരിക്കാതെ വീണ്ടും കയ്യിൽ നിൽക്കുകയാണ് പനി. അപ്പോൾ മരുന്ന് കഴിക്കണേലേ ഉള്ളൂ, കുറയുമല്ലാന്ന് ഹസ്ബൻഡും പറഞ്ഞ് അങ്ങനെ നിന്ന് ഒരു പിറ്റേ ദിവസമായപ്പോഴേക്കും കുറയാതെ ഇപ്പോൾ ഇവിടെ മെഡിക്കൽ ട്രസ്റ്റിൽ കൊണ്ടുവന്നത്. അവനാകെ ആവശ്യതയായി, ഞങ്ങളും ആകെ പേടിച്ച്. ഇങ്ങനത്തെ കണ്ടീഷനും കുഴിമന്തി കഴിച്ചിട്ടുണ്ടല്ലോ, കുഴിമന്തിയിൽ നിന്ന് പലർക്കും പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ആകെ വിഷമിച്ചാണ് ഇവിടെ എത്തിയത്. ഇവിടെ വന്ന് ഇപ്പം 3-4 ദിവസമായി. ഇപ്പോൾ വന്നേ പിന്നെ ആൻറ്റിബയോട്ടിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറവായിട്ടുണ്ട്. എന്നാലും ഇൻഫെക്ഷൻ വളരെ കൂടിപ്പോയി. CSP എന്നാണ് പറഞ്ഞത്. ഒരു 15-20 ഇടയ്ക്ക് വരേണ്ടത് 140 സംതിങ് വന്നു. അത് ബ്ലഡിൽ നല്ലോണം ഉണ്ട്. അപ്പോൾ ഡോക്ടർ എന്താ പറയുന്നത്? ഡോക്ടർ ഇത് നാളെ മറ്റന്നാൾ പോകാതിരിക്കും എന്ന് വിചാരിക്കണം. ഡോക്ടർ പറഞ്ഞത് ഇൻഫെക്ഷൻ വല്ലാതെ ആയിപ്പോയി, അതുകൊണ്ട് അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞ് മരുന്ന് ഇഞ്ചക്ഷനായിട്ടും കുറേ മരുന്ന് കയറ്റി. 24 അവർ കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ വന്ന് 13,000 ബില്ല് ആയി. പിന്നെ 3,000 രൂപ കയ്യിൽ നിന്ന് കൊണ്ടുവന്ന നേരം കൊണ്ട് അടച്ച്. പിന്നെ ഇന്നിപ്പോൾ ഒരു 15,000 ബില്ല് വന്നിട്ടുണ്ട്. ഇത് വാർത്ത അറിഞ്ഞപ്പോഴാണോ നിങ്ങളിത് ശ്രദ്ധിക്കുന്നത്? ഇത് കുഴിമന്തി കഴിച്ചിട്ടാണെന്നറിയാം. പിന്നെ ചാനലിലൊക്കെ കണ്ട് അപ്പോൾ ഞങ്ങൾ ഇവനും ഇതിൽപ്പെട്ടതാണ് മനസ്സിലാക്കിയത്. ജീവൻ രക്ഷപ്പെട്ടത് ഭാഗ്യം. ശരിക്കും പറഞ്ഞാൽ പേടിച്ചു പോയി. എൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ കുഴിമന്തി കഴിച്ച് ഓരോരുത്തർക്ക് അപകടം പറ്റിയതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഇവൻ്റെ കണ്ടീഷൻ വളരെ മോശമായിട്ടിരിക്കണമായിരുന്നു ആ സമയത്ത്. വെറുതെ അറിയാതെ പോയിക്കൊണ്ടിരിക്കണമായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഫ്രൈഡേ ആണ് ഞങ്ങൾ പോയത്. സാറ്റർഡേ പ്രശ്നമില്ലായിരുന്നു. സാറ്റർഡേ രാത്രി 3:30 ആയപ്പോഴത്തേക്ക് എനിക്ക് വയറുവേദനയും ഭയങ്കര ഛർദിലായി. ഫുൾ ടൈം ഛർദിൽ മാത്രമായിരുന്നു. പിന്നെ രാവിലെ ആയപ്പോഴത്തേക്ക് ഞായറാഴ്ച സുധീന്ദ്രയെ കൊണ്ടുപോയി. സുധീന്ദ്രയെ പോയി അവിടെ ഒരു ദിവസം ട്രിപ്പിട്ട് കിടന്ന്. അത് കഴിഞ്ഞ് എനിക്ക് കുറവുണ്ടായിരുന്നില്ല. പിന്നെ മൺഡേ രാത്രി പിന്നെയും ഇവിടെ വന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ബ്ലഡ് ഇൻഫെക്ഷനായി. പിന്നെ ഞാൻ ഈ ഛർദ്ദിച്ച് വൊമിറ്റ് ചെയ്ത് എനിക്ക് ലൂസ് മോഷൻ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ സംഭവിച്ചിട്ട് എൻ്റെ പൊട്ടാസ്യവും കാര്യങ്ങളെല്ലാം കുറഞ്ഞു. ഭയങ്കര വീക്കായിരുന്നു ബോഡി ഫുള്ള്. പിന്നെ എൻ്റെ കൂടെ കഴിക്കാൻ വന്ന ഒരുത്തനും കൂടെ ഉണ്ടായിരുന്നു. അതായത് ഞങ്ങളിൽ 6 പേരുണ്ടായിരുന്നതിൽ എനിക്കും വേറൊരുത്തനുമാണ് കുറച്ചുകൂടെ ആയത്. അപ്പോൾ അവൻ ഇപ്പോൾ ഇന്ദിരാഗാന്ധിയിലാണ് കിടക്കുന്നത്. അവനും വോമിറ്റിങ് മാത്രമായിട്ട് ഇപ്പോൾ അവിടെ കിടക്കുന്നു. ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ട്, വോമിറ്റിങ് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത്ര പ്രശ്നമായിട്ടില്ല, അവരാരും കാണിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. സ്ഥിരം കഴിക്കുന്ന ആണോ ഓടുന്നത്? ഇല്ല, ഞങ്ങളിലേക്ക് എന്തെങ്കിലും ആരുടെയും ബർത്ത്ഡേ വന്നാലോ ഇല്ലെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ പോയി കഴിക്കാം. അങ്ങനെ എപ്പോഴും കഴിക്കലൊന്നുമില്ല, വല്ലപ്പോഴും വല്ലതും കഴിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ എങ്ങനെയുണ്ട്? ഡോക്ടർ എന്താ പറഞ്ഞത്? ഡോക്ടർ പറഞ്ഞ പ്രശ്നമില്ല, ഇപ്പോൾ കുറവുണ്ട്. ബ്ലഡിൻ്റെ കൗണ്ട് എനിക്ക് കുറവായിരുന്നു. അപ്പോൾ അത് ഓക്കെ ആക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ടായിരുന്നു നിന്നിരുന്നത്. എല്ലാം ഓക്കെ ആയി എന്ന് പറഞ്ഞു. ഈ മയണൈസ് കൂടുതൽ കഴിക്കുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? യൂഷ്വലി ഞാൻ മയണൈസ് കഴിക്കാറില്ലായിരുന്നു. അന്ന് പക്ഷേ എന്തോ ഇതിന് മയണൈസ് കഴിച്ചു പോയി. അപ്പോൾ മയണൈസിൻ്റെ ഇതുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ അറിയില്ല, അതായിരിക്കാമോ ഒരു പക്ഷേ? ആയിരിക്കാം. നിങ്ങൾ സ്ഥിരം പോകുന്ന ഷോപ്പാണ്? സ്ഥിരം അല്ല, വല്ലപ്പോഴും പോകും. ബാക്കിയുള്ള 4 പേരും വലിയ പ്രശ്നമില്ല? ഇല്ല, അവർക്കൊന്നും വലിയ പ്രശ്നമില്ല. എനിക്കും അവന് മാത്രം ബ്ലഡ് ഇൻഫെക്ഷൻ.